ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് ഷുഗർ പറയണമെന്നില്ല. നമ്മുടെ അടുത്തൊരു ക്ലയൻറ്റ് വന്നായിരുന്നു, 9.6 ഓർ 9.8 ഉണ്ടായിരുന്നു HbA1c വിത്ത് 6 ടാബ്ലറ്റ്സ്. ഓക്കെ, പക്ഷെ ആള് വരുന്ന സമയത്ത് എനിക്ക് ഒന്ന് ഷുഗർ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. പക്ഷെ ഫാസ്റ്റിംഗ് ഷുഗർ അണ്ടർ കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ഹി വാസ് ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷെ ആളുടെ എന്തുകൊണ്ടാണ് ഈ 6 ടാബ്ലറ്റും എടുത്തിട്ട് 9.6 HbA1c നിൽക്കുന്നതെന്ന് ആൾ ചിന്തിക്കുന്നത്. ബിക്കോസ് അധികം ആൾക്കാരും ഫാസ്റ്റിംഗ് ഷുഗർ മാത്രം നോക്കിയിട്ടാണ് ഷുഗറിനെ വിലയിരുത്താറുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആളുടെ സ്ലീപ്പിംഗ് പാറ്റേണിൽ 12 മണിയാവാതെ ഞാൻ ഉറങ്ങാറില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റൂല. പിന്നെ സെക്കൻഡ് തിങ്, സ്ട്രെസ്, ഭയങ്കര ഹൈ സ്ട്രെസ്ഡ് വർക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം. അതുപോലെ തന്നെ ഫുഡ് പാറ്റേൺ, കാരണം എന്താ ടാബ്ലറ്റ് 6 എടുക്കണ്ടല്ലോ, എനിക്ക് എന്ത് ഫുഡും കഴിക്കാമല്ലോ. വർക്കൗട്ട് ആണെങ്കിലോ ഞാൻ നടക്കാനൊക്കെ പോകലുണ്ട്, പക്ഷെ മസിൽ സ്ട്രെങ്തനിങ് ഇസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മനസ്സിലാക്കുക, ടാബ്ലറ്റ് മാത്രമല്ല അൾട്ടിമേറ്റ് ആയിട്ട് നമ്മുടെ ഷുഗറോ അല്ലെങ്കിൽ മെയിനായിട്ട് നമുക്ക് ഷുഗർ പറയാം, ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫാക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വേണ്ടത് സ്ലീപ്പ് അവൈക്ക് സൈക്കിൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ്, നമ്മൾ സ്ട്രെസ്സ് മാനേജ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, ഇത് രണ്ട് സ്ലീപ്പും സ്ട്രെസ്സും മാനേജ് ചെയ്യുന്നത്, പിന്നെ മസിൽ സ്ട്രെങ്തനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് നാലാമത് നിങ്ങൾ ഫുഡ് കൺട്രോൾ ഭയങ്കര റെസ്ട്രിക്റ്റഡ് കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടുള്ളൂ. മറിച്ച് നമ്മൾ എന്താ ചെയ്യുക, ഫസ്റ്റ് ഫുഡ് അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് നിർത്തും, ബാക്കിയൊന്നും മാനേജ് ചെയ്യില്ല.